രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിനിടെ മുങ്ങിപ്പോയ പാലക്കാടുണ്ടായ ഒരു ഗൗരവതരമായ വിഷയമാണ് RDX ഇനി ചർച്ച ചെയ്യുന്നത്. പാലക്കാട് RSS നിയന്ത്രണത്തിലുള്ള വ്യാസവിദ്യാപീഠം സ്കൂൾ പരിസരത്ത് കഴിഞ്ഞ ദിവസം ഒരു മാരക സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു. ഒരു 10 വയസ്സുകാരന് പരിക്കേറ്റു. ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. ഒരുപക്ഷെ മറ്റൊരു സാഹചര്യമായിരുന്നുവെങ്കിൽ കേരളം മുൾമുനയിൽ നിന്ന് ചർച്ച ചെയ്യേണ്ട വാർത്തയാണ്. പക്ഷേ ഒരാഴ്ചയായിട്ടും പ്രതികളെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. ആരുടെ ബോംബാണ് എന്ന് ഇനിയും വെളിപ്പെട്ടിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ജില്ലയിൽ BJP തുടർച്ചയായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത് ബോംബ് വിഷയം മറക്കാനാണെന്ന് CPIM ആരോപിക്കുന്നു. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. RDX ഈ വിഷയം വിശദമായി പരിശോധിക്കുകയാണ്. ആദ്യം RDX റാപ്പിലേക്ക്. മൂത്താൻതറ വ്യാസവിദ്യാപീഠത്തിലെ സ്ഫോടനത്തിൽ 6 ദിവസം പിന്നിട്ടിട്ടും പ്രതികളെ കണ്ടെത്താനായിട്ടില്ല. RSS നിയന്ത്രണത്തിലുള്ള സ്കൂൾ പരിസരത്ത് നിന്ന് മാരക സ്ഫോടക വസ്തു കണ്ടെത്തിയെന്നാണ് FIR. മനുഷ്യജീവന് ഭീഷണിയുണ്ടാക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെ സ്ഫോടക വസ്തു സ്കൂൾ പരിസരത്ത് ഉപേക്ഷിച്ചെന്നാണ് FIR-ൽ പരാമർശം. കുട്ടികൾക്കെതിരായ ക്രൂരത സ്ഫോടക വസ്തു നിയമം എന്നിവ പ്രകാരമാണ് കേസ്. പരിക്കേറ്റത് 10 വയസ്സുകാരനായതിനാൽ ജുവനൈൽ ജസ്റ്റിസ് വകുപ്പിലെ 75-ാം വകുപ്പും ചുമത്തിയിട്ടുണ്ട്. RSS ക്യാമ്പുകളടക്കം സ്ഥിരമായി നടക്കുന്നത് സ്കൂൾ ഗ്രൗണ്ടിലാണ്. ഏതാനും മീറ്റർ മാത്രം അകലെയാണ് RSS കാര്യാലയവും സ്ഥിതി ചെയ്യുന്നത്. സ്കൂൾ പരിസരത്ത് നടന്ന സ്ഫോടനത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഗൗരവതരമായാണ് കാണുന്നത്. സ്കൂളിന്റെ NOC റദ്ദാക്കിയേക്കുമെന്നാണ് സൂചന. സ്കൂളിലെ സ്ഫോടനത്തിൽ RSS പങ്ക് ആവർത്തിക്കുകയാണ് CPIM. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസിലേക്ക് BJP ആദ്യം മാർച്ച് നടത്തിയത് ബോംബ് വിഷയം മറക്കാനാണെന്നാണ് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആരോപിച്ചത്. പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. എന്നാൽ സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് വാദിച്ചാണ് RSS പ്രതിരോധം. RDX റാപ്പ് ന്യൂസ് മലയാളം. ഓഗസ്റ്റ് 20-ന് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നായ കടിച്ചു കൊണ്ടിട്ടതാകാം എന്നായിരുന്നു BJP IT സെല്ലിന്റെ പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ സുരേഷ് പ്രതികരിച്ചത്. നമുക്കത് കേൾക്കാം. വലിച്ചെറിഞ്ഞപ്പോഴാണ് പൊട്ടിയത്. അപ്പോഴാണ് സൗണ്ട് കേട്ടത്. നാട്ടുകാർക്ക് കൂടി കുട്ടിക്ക് നിസ്സാര പരിക്കുള്ളൂ. അതിനെ വീട്ടിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വീടെത്തി. കുട്ടി വീടെത്തി. പിന്നെ പോലീസ് വന്ന് പരിശോധിച്ചപ്പോഴാണ് ഒരു 4 കൂടെ എക്സ്ട്രാ കിട്ടിയത്. സ്കൂളിൻ്റെ ഈ ഗേറ്റിൻ്റെ പരിസരത്ത് നിന്ന് കിട്ടിയത്. നായി കടിച്ച പാടൊക്കെയുണ്ട്. അടുത്ത് ഒരു പാടമുണ്ട്, ആളൊഴിഞ്ഞ പാടമുണ്ട്. അവിടെ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു. അതാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. RSS പങ്ക് സംബന്ധിച്ച് ആരോപണങ്ങൾ ഉയർന്നതോടെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് അന്ന് തന്നെ BJP പക്ഷേ ഈ പറഞ്ഞ നിലപാട് മാറ്റി പറഞ്ഞു. കേൾക്കാം. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിന് പിന്നിൽ ആസൂത്രിതമായിട്ടുള്ള പാലക്കാട് നഗരത്തിൽ, അതും RSS-ൻ്റെയും BJP-യുടെയും മുഴുവൻ പരിവാർ പ്രസ്ഥാനങ്ങളുടെയും എല്ലാം ശക്തി കേന്ദ്രമായിട്ടുള്ള ഒരു പ്രദേശത്ത് ബോധപൂർവമായിട്ടുള്ള സംഘർഷമുണ്ടാക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമം ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുക. സ്കൂൾ മുറ്റത്തെ സ്ഫോടക വസ്തു പൊട്ടിത്തെറിയിൽ അന്വേഷണം നേതാക്കളിലേക്ക് എത്തുമെന്ന ഭയം RSS-നും BJP-ക്കും ഉണ്ടെന്ന് CPIM പറഞ്ഞു. BJP രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ഉപയോഗിച്ച് BJP സ്ഫോടക വിഷയം മറക്കാൻ ശ്രമിക്കുകയാണെന്നും ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പിന്നീട് ആരോപിച്ചു. ആ കോമ്പൗണ്ടിനകത്ത് ബോംബ് കണ്ടെത്തിയതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വവും അതിന് ഉത്തരം പറയേണ്ട ബാധ്യതയും BJP-ക്കുണ്ട്, RSS-നുണ്ട്. രാഹുലിൻ്റെ വിഷയം മാറാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ഒരു ഭാഗത്ത് ഇതിനെതിരെ സമരം കൊണ്ടുവന്നിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ സമരത്തിന് എതിരായിട്ട് മഹിളാ മോർച്ചയും BJP-യും സമരം ചെയ്യുന്നത് ബോംബിനെ മറച്ചു വെക്കാനാണ്. CPM-ന് അങ്ങനെ ഒരു മറവുമില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഇതിൻ്റെ ഉറവിടം കണ്ടെത്തണം. അതാണ് സ്കൂളിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് 6 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കലാപശ്രമമാകാം നടന്നത് എന്നും A തങ്കപ്പൻ ആരോപിച്ചു. 6 ദിവസം കഴിഞ്ഞിട്ടും ഒരു പ്രതികളെ പിടിക്കുകയോ യഥാർത്ഥ ചിത്രം എന്താണെന്ന് കൊണ്ടുവരും ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല. BJP-ക്കാർ വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ മുന്നിൽ കണ്ട് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സംശയമുണ്ട്. കാരണം അത് ഈ കലക്കാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ്. ഇല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കണ്ടേ. യഥാർത്ഥ കുറ്റവാളികളെ കൊണ്ടുവരേണ്ട ബാധ്യത ഈ കേരളം ഭരിക്കുന്നവർക്ക് ഉണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം ഇവർ രണ്ടുപേരും തമ്മിൽ ഒത്തുകളിയായിരിക്കാം. അതാണ് നേതാക്കളുടെ പ്രസ്താവനകൾ. നമുക്ക് മറ്റു വിശദാംശങ്ങളൊന്ന് ഡാറ്റാ ഷീറ്റിൽ പരിശോധിച്ച് വരാം. വ്യാസവിദ്യാപീഠം എന്നാണ് ആ സ്കൂളിൻ്റെ പേര്. അവിടെ സംഭവിച്ച ഇതാണ്. ഈ മാസം 20-ാം തീയതി മൂത്താൻതറ വ്യാസവിദ്യാപീഠം സ്കൂൾ പരിസരത്ത് സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുകയായിരുന്നു. നമ്മളത് കണ്ടു. വൈകിട്ട് സ്കൂൾ മുറ്റത്ത് കളിക്കാനെത്തിയ 10 വയസ്സുകാരനാണ് സ്ഫോടക വസ്തു കിട്ടിയത്.
സ്കൂളിലെ നെല്ലിമര ചോട്ടിലായിരുന്നു സ്ഫോടക വസ്തു ഉണ്ടായിരുന്നത്. കുട്ടി കല്ല് വെച്ച് ഇടിച്ച് എടുത്തെറിയുകയായിരുന്നു. അപ്പോൾ കുട്ടിക്ക് സമീപവാസിക്കും പരിക്കേറ്റു. പരിശോധനയിൽ 4 സ്ഫോടക വസ്തുക്കൾ കൂടി പോലീസിന് അവിടെ നിന്ന് കണ്ടെടുക്കാൻ പറ്റി. പൂർണ്ണമായും RSS നിയന്ത്രണത്തിലുള്ള മാനേജ്മെൻറ്റാണ് സ്കൂളിൻ്റേത്. BJP അല്ല, RSS നിയന്ത്രണത്തിലുള്ള സ്കൂളാണ്. RSS കാര്യാലയത്തിൽ നിന്ന് വെറും 600 മീറ്റർ അകലെ മാത്രമാണ് സ്കൂള് എന്നതും നമുക്കറിയാം. പ്രദേശത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റാറില്ല എന്നാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇത് സംബന്ധിച്ച് പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ ബൂത്ത് പിടുത്തം ഉൾപ്പെടെയുള്ള ആരോപണവും BJPക്കെതിരായിട്ട് RSSനെതിരായിട്ട് നിലനിൽക്കുന്ന സ്ഥലമാണ്. വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട്. പാലക്കാട് AEO സ്കൂളിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇതിനകം തന്നെ റിപ്പോർട്ട് ലഭിച്ച ശേഷം സ്കൂളിൻ്റെ NOC റദ്ദാക്കുന്നത് പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇതിനകം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സാഹചര്യം. അതായത് നമ്മൾ കണ്ണൂരിൽ വെച്ചൊക്കെയാണ് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ബോംബ് സ്കൂളിൽ വെച്ചും അതുപോലെ തന്നെ പശുത്തൊഴുത്തടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ പൊട്ടുന്നത്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ ബോംബ് പൊട്ടുന്നതൊക്കെ കണ്ണൂരിൽ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 2 പതിറ്റാണ്ട് മുമ്പ് സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യമായിരുന്നു. ഇതിപ്പോൾ പാലക്കാട് BJPയുടെ ശക്തി കേന്ദ്രമാണ്, RSSൻ്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ ഒരു സ്കൂളിനകത്ത് എങ്ങനെ ബോംബ് വന്നു, എന്തിനു വേണ്ടി ശേഖരിച്ചു എന്നതൊക്കെയുള്ള വലിയ ചോദ്യങ്ങളാണ് മുന്നിലേക്ക് വരുന്നത്. അതിന് അപ്പുറത്തുള്ള കോൺഗ്രസിനും CPMനും അവരവരുടേതായിട്ടുള്ള വിശദീകരണങ്ങളും ന്യായീകരണങ്ങളും ആരോപണങ്ങളുമുണ്ട്. BJP അത് തള്ളിക്കളയുന്നുമുണ്ട്. നമുക്ക് അജിത് ബാബു അവിടെ നിന്ന് ചേരുന്നുണ്ട് പാലക്കാട്. അജിത്ത്, ഇതിപ്പോൾ ആദ്യത്തെ പ്രതികരണം പട്ടി കടിച്ചുകൊണ്ടിട്ടതാകാം എന്നതാണ് അവിടുത്തെ ഒരു BJP നേതാവിൻ്റേതായിട്ട് കണ്ടത്. പക്ഷേ പിന്നീട് പെട്ടെന്ന് തന്നെ BJPയുടെ ജില്ലാതല നേതാക്കൾ അവരുടെ നിലപാട് വ്യക്തമാക്കി. എങ്കിലും അത് കേൾക്കുമ്പോൾ BJPക്കോട് ഒരു സംശയം തോന്നും നാട്ടുകാർക്കെന്നാണ് എനിക്ക് ഈ ആകെ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ തോന്നിയത്. ആ സംശയത്തിൻ്റെ ഭാഗത്താണ് CPMും കോൺഗ്രസും മറ്റ് ഇതര പ്രധാനപ്പെട്ട 2 പാർട്ടികൾ നിൽക്കുന്നത്. അവിടെ എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ ബോംബ് ആരെങ്കിലും കൊണ്ടുവന്നിട്ടതായിരിക്കുമല്ലോ, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട്, എന്തെങ്കിലും മോശം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ത് മോശം കാര്യമാണ് അവിടെ ഇപ്പോൾ നടക്കാനുള്ളത്? സനീഷ്, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം CPMും കോൺഗ്രസും ഈ വിഷയം സജീവമായി ഉയർത്തുന്നത് ഈ മൂത്താന്തറ എന്ന പ്രദേശവുമായി ബന്ധപ്പെട്ടാണ്. ഒരുപക്ഷെ കേരളത്തിൽ BJPക്ക് ഏറ്റവും കൂടുതൽ, RSSന് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഒരു പ്രദേശമാണ് ഈ മൂത്താന്തറ എന്ന് പറയുന്നത്. അതിന് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ അവിടുത്തെ വോട്ട് നില അത് ഞാനൊന്ന് വായിക്കാം. സനീഷ്, 2141 വോട്ടുകളാണ് അവിടെ ആകെ ഉള്ളത്. ശ്രീരാം പാളയം എന്നുള്ളതാണ് ഈ പ്രദേശത്തിൻ്റെ വാർഡിൻ്റെ പേര്. അതിൽ 1527 പേരാണ് വോട്ട് ചെയ്തത്. അതിൽ 1424 വോട്ട് BJPക്കാണ് ലഭിച്ചത്. LDFിൻ്റെ സ്വതന്ത്രനായി മത്സരിച്ച ആൾക്ക് 13 വോട്ടും കോൺഗ്രസിന് 90 വോട്ടും ആണ് ഇവിടെ നിന്ന് ലഭിച്ചത്. ഈ പ്രദേശത്തിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ അത്രമാത്രം ആഴത്തിൽ RSSന് ബന്ധമുള്ള, ഇത്തരത്തിൽ കോൺഗ്രസും CPMും പറയുന്നതനുസരിച്ച് അവർക്ക് അവിടെ പ്രവർത്തിക്കാൻ പോലും അനുമതിയില്ലാത്ത, ബൂത്തിലിരിക്കാൻ ആളില്ലാത്ത സ്ഥലമാണ്. അത്തരത്തിലൊരു പ്രദേശത്ത് ഒരു സ്കൂൾ, അതും RSSൻ്റെ പരിപൂർണമായ നിയന്ത്രണത്തിലുള്ള സ്കൂൾ, രാവിലെയും വൈകിട്ടും RSS ശാഖ നടത്തുന്ന സ്കൂൾ. ആ സ്കൂളിൻ്റെ നെല്ലിമരച്ചോട്ടിൽ ഇത്തരത്തിൽ 4 സ്ഫോടക വസ്തുക്കൾ കാണുകയും ഒരെണ്ണം പൊട്ടുകയും ചെയ്തത് ഒരു നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല എന്നുള്ളത് ഏതാണെങ്കിലും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഗൗരവമായ ആരോപണങ്ങൾ അടക്കം ഉയർന്നു വരുന്നത്. ഞാൻ ഈ ദിവസം, അതായത് 20-ാം തീയതി വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അന്ന് ആ സമയത്ത് ഈ സംഭവം ഉണ്ടാകുമ്പോൾ തന്നെയാണ് നമ്മൾ ഈ കേട്ട 2 പ്രതികരണങ്ങളും. ആദ്യം ഇതൊരു പട്ടി കടിച്ചുകൊണ്ടിട്ടതാവാമെന്ന് BJP പറയുകയും പിന്നീട് ഇവിടെ അതിന് പിന്നാലെ തന്നെ DYFIയും മറ്റ് സംഘടനകളും എല്ലാം ഈ കാര്യത്തിൽ രാഷ്ട്രീയമുണ്ട്, RSSന് ഇതിൽ പങ്കുണ്ട് എന്നുള്ള ആരോപണം വന്നതിന് പിന്നാലെയാണ് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള C കൃഷ്ണകുമാർ ഇതിലൊരു ഗൂഢാലോചന ആരോപിക്കുന്നത്. മാത്രമല്ല, ഇന്ന് CPM ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വിമർശനം, അന്ന് ഈ സംഭവം ഉണ്ടായതിനു ശേഷം 9 മണിക്ക് ശേഷം, അന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഉയർന്നു വരുന്നതേ ഉള്ളൂ, രാഹുലിൻ്റെ പേരെവിടെയും വന്നിട്ടില്ല. പക്ഷേ ആ 9 മണിക്ക് ശേഷം സഡനായി BJP ഒരു ആക്ഷൻ എടുക്കുകയാണ്, രാഹുലിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ 9 മണിക്ക് ശേഷം രാഹുലിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. അങ്ങനെ ആദ്യമായി രാഹുലിൻ്റെ പേര് ഉയർന്നു വരുന്നു. ആ ഉയർന്നു വന്ന ആ മാർച്ച് ഉൾപ്പെടെ നിഷ്കളങ്കമല്ല എന്നുള്ളതാണ് ഇപ്പോൾ CPM ആരോപിക്കുന്നത്. ഈ വിഷയത്തിൽ ഈ ബോംബുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ സ്ഫോടക വസ്തുവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഇത്തരത്തിൽ BJP നടത്തിയ എന്നുള്ളതാണ് CPM ചൂണ്ടിക്കാണിക്കുന്നത്. അതിനുശേഷവും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സമാനമായി കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കേണ്ട സാഹചര്യമുണ്ടായി. അന്നും സഡനായി BJP രാഹുലിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ വലിയ തരത്തിൽ ആ വിഷയം ഏറ്റെടുത്ത് നിൽക്കുന്നുണ്ട്. അതിന് കൂടുതൽ പ്രാധാന്യം കിട്ടും എന്നുള്ളത് കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് CPMും കോൺഗ്രസും ആരോപിക്കുന്നത്. ഏതാണെങ്കിലും കോൺഗ്രസ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഒരു സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൂടുതൽ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നാണ് പറയുന്നത്. RSSന് ഭയങ്കര സ്ട്രോങ് ഹാൻഡ് ഉള്ള സ്ഥലത്ത് എങ്ങനെയാണിത് വന്നതെന്നുൾപ്പെടെയുള്ളത് പരിശോധന നടത്തേണ്ടതുണ്ട്. പക്ഷേ ഈ 6 ദിവസമായിട്ടും പോലീസിന് ഇതുവരെ ഇത് ബോംബാണോ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളാണോ എന്ന് പോലും കൃത്യമായി വേർതിരിച്ച് പറയാൻ കഴിയുന്ന
സാഹചര്യമില്ല എന്നുള്ളതാണ് ഇതിപ്പോ അജിത്ത് അത് വളരെ ഭീതിതമായ ഒരു സാഹചര്യമല്ലേ യഥാർത്ഥത്തിൽ? ഇതിപ്പോ അവിടെ നേരത്തെ BJP നേതാവായിരുന്ന ഇപ്പോൾ കോൺഗ്രസ് നേതാവായ സന്ദീപ് വാര്യരുടെ പോസ്റ്റിൽ നഗരസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ പാലക്കാട് നഗരത്തിൽ സാമുദായിക കലാപം ലക്ഷ്യമിട്ട് സംഘപരിവാർ ആയുധശേഖരം നടന്നതായി സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ശ്രീകൃഷ്ണ ജയന്തിയും ഗണേശോത്സവവും ഒക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ സാമുദായിക കലാപം ഉണ്ടാക്കുക, ബോംബ് പൊട്ടിച്ചിട്ട്, എന്നിട്ട് അതിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മുതലെടുക്കുക എന്ന അങ്ങേയറ്റം ദുഷ്ടമായിട്ടുള്ള ശരിയല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു കൂട്ടർ ശ്രമിച്ചു എന്നാണല്ലോ സന്ദീപ് വാര്യർ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൻ്റെ അർത്ഥം. അത്രക്ക് അത് വളരെ ഭീതിതമായൊരു കാര്യമാണ്. അത്രക്ക് വലിയ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പാലക്കാട്ട് നടക്കാനിടയുണ്ടോ? അങ്ങനെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ പോലീസ് അക്കാര്യത്തിൽ വേണ്ട രീതിയിൽ ഇടപെടാത്തത് എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും വരില്ലേ? തീർച്ചയായും അത് സന്ദീപ് വാര്യരുടെ മാത്രം നിലപാടല്ല, കോൺഗ്രസിന്റെ ഔദ്യോഗികമായ നിലപാട് ഇത് തന്നെയാണ്. അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് കലാപം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഫോടക വസ്തു ഈ സ്കൂളിൽ സൂക്ഷിച്ചതെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഔദ്യോഗികമായ നിലപാട് തന്നെ. ആ കാര്യം കോൺഗ്രസ് നിരവധിയായിട്ടുള്ള തവണ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നുള്ളതാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല വരുന്ന നാളെ തന്നെ SP യെ കണ്ടുകൊണ്ട് തങ്ങളുടെ ആശങ്ക ഉൾപ്പെടെ ഇക്കാര്യത്തിൽ അറിയിക്കുമെന്നും കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് BJP ഒരു സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെന്റിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. സനീഷ്, ഇവിടെ ശക്തമായ മഴയാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ തരത്തിലുള്ള മഴ പെയ്യുന്ന സാഹചര്യം കൂടി ഇവിടെ ഉണ്ട്. ശരി, നന്ദി അജിത്ത്. സമഗ്ര വിവരങ്ങളായി, മഴ എത്തി നിൽക്കണ്ട, മാറിപ്പോയിക്കോളൂ. എന്തായാലും ഇത് അങ്ങേയറ്റം ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, കേരളത്തിൽ സാധാരണമല്ലാത്ത വിധമുള്ള ചില എലമെൻറ്റ്സ് ഈ വാർത്തയിലുണ്ട് എന്നതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലൊരു സംഘർഷാവസ്ഥ നിൽക്കുന്നിടത്തല്ല ഈ ബോംബ് കണ്ടെത്തിയിരിക്കുന്നത്, ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരിക്കുന്നത് പ്രത്യേകമായിട്ട് കാണണം. രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കോ പരസ്പരം എതിരിടുന്ന രണ്ട് രാഷ്ട്രീയ സംഘങ്ങൾക്കോ ഒരേപോലെ ശക്തിയുള്ള, അവർ തമ്മിൽ എന്തെങ്കിലും സംഘർഷം നിലനിൽക്കുന്ന ഒരു സ്ഥലത്തല്ല ഈ സ്ഫോടക വസ്തു കണ്ടെത്തിയത്. ഈ സ്ഫോടക വസ്തു കണ്ടെത്തിയത് നമ്മൾ നേരത്തെ അജിത് ബാബു പറഞ്ഞുവല്ലോ, ആ വോട്ട് കണക്ക് പറഞ്ഞല്ലോ, 96-97% വോട്ടും ഒരു കക്ഷിക്ക് മാത്രം ലഭിക്കുന്ന ഒരു പ്രദേശത്ത് RSS BJP രാഷ്ട്രീയ ധാരയ്ക്ക് അത്രമേൽ വലിയ ആധിപത്യമുള്ളൊരു സ്ഥലത്ത് അവരുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളിലെ നെല്ലിമര ചുവട്ടിലാണ് ബോംബ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതെന്നത് അതീവ ഗൗരവതരമായ സാഹചര്യമായിരിക്കുന്നു. എതിർപക്ഷത്തുള്ള ആളുകൾ ആരോപിക്കുന്നത് ഇതെന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ബോംബ് എന്തിനാണ് ഇവിടെ എന്ന് ചോദിച്ചാൽ എതിർപക്ഷത്തുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, സാധാരണഗതിയിൽ ഒരു സംഘർഷവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇത് വരണമെങ്കിൽ അവിടെ എന്തോ ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ എന്താണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്, അവർ ആരോപിക്കുന്നത്, അത് വിശ്വസിക്കണമെന്നില്ല, വിശ്വസിച്ച് കളയാം. പക്ഷേങ്കിലും അവർ ആരോപിക്കുന്നത് ഇവിടെ ഈ ഗണേശോത്സവവും മറ്റുമൊക്കെ നടക്കുമ്പോൾ ബോംബ് പൊട്ടിച്ചിട്ട് ഇതര സമുദായക്കാരോ മറ്റോ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കുഴപ്പമാകെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക എന്ന അങ്ങേയറ്റം ദുഷ്ടമായ ലക്ഷ്യം വെച്ചാണ് ഇന്ന് ഇവർ രാഷ്ട്രീയമായിട്ട് ആരോപിക്കുകയാണ്. ആ ആരോപണം തന്നെ ഭയപ്പാടുണ്ടാക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് RSSും BJPയും അങ്ങനെ ചെയ്യുകയില്ല കേരളത്തിൽ എന്ന വിശ്വാസത്തിൽ നിൽക്കുകയാണ് കേരളം എന്ന് വിചാരിച്ചിട്ട്, അങ്ങനെ വിശ്വസിച്ചിട്ട് പോലീസ് എത്രയും പെട്ടെന്ന് ഈ അന്വേഷണം നടത്തിയിട്ട് ഇക്കാര്യത്തിലെ സത്യാവസ്ഥ കൊണ്ടുവരണം. ആ വിശ്വാസമല്ല യഥാർത്ഥത്തിൽ ഇതിനു പിന്നിൽ രാഷ്ട്രീയക്കാർ അങ്ങേയറ്റം ദുഷ്ടമായ രീതിയിലുള്ള ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ അത് ചെയ്ത ആളുകളെ ഉചിതമായ തോതിൽ ശിക്ഷിക്കുകയും വേണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കണ്ണൂർ പാനൂരിൽ ആക്രി പെറുക്കുന്നതിനിടെ കിട്ടിയ സ്റ്റീൽ പാത്രം എന്തോ ഭക്ഷണ സാധനമാണെന്ന് കരുതി തുറന്ന നാടോടി ബാലൻ അമാവാസിയെ കേരളം മറന്നിട്ടില്ല. അങ്ങനെ സംഭവിക്കുമായിരുന്ന ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് തലനാരിഴക്കാണ് പാലക്കാട് മൂത്താന്തറയിലെ ആ 10 വയസ്സുകാരൻ കുട്ടി രക്ഷപ്പെട്ടത്. സ്കൂൾ മുറ്റത്ത് സ്ഫോടക വസ്തു എന്നത് ലാഘവത്തോടെ തള്ളിക്കളയാനാവുന്ന കാര്യമല്ല. പാലക്കാട് MLAയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കോലാഹലത്തിനിടെ മുങ്ങിപ്പോയ ഈ ഗൗരവതരമായ വിഷയം RDX വഴിയിൽ ഉപേക്ഷിക്കില്ല. ആരാണ് സ്കൂളിൽ സ്ഫോടക വസ്തു കൊണ്ടുവച്ചത് എന്നും അതിനു പിന്നിൽ നടന്നത് എന്താണെന്നും അറിഞ്ഞേ മതിയാകൂ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.